തൃക്കരിപ്പൂർ മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലം 9 ലോക്കൽ ബോഡി ചേർന്നാണോ, 1 നീലേശ്വരം മുനിസിപ്പാലിറ്റിയും 8 പഞ്ചായത്തുകളുമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലുള്ളത്. ഇതിന്റെ വോട്ടിംഗ്, ലോക്കൽ ബോഡിയിലെ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ടൈറ്റ് ആണ്. LDF UDF ടൈറ്റ് ആയിരിക്കും. കാരണം LDFന്റെ ഒരു കോട്ടയാണ് തൃക്കരിപ്പൂർ. എന്നാലും UDF ഇത്രയും വോട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. LDF 71,000 വോട്ട് പിടിച്ചു, 43% പിടിച്ചപ്പോൾ UDF 67,593, 41% പിടിച്ചിട്ടുണ്ട്. സ്വതന്ത്രരുടെ ഒരു 17,000 വോട്ട് അവിടെ ഉണ്ട്, വെളി കിടപ്പുണ്ട്. NDA BJPക്ക് 5%, BJPക്ക് കാര്യ പ്രസൻസ് ഇല്ല, 5% ഉള്ളൂ, 8,500 വോട്ട്. LDFന് അപ്പോൾ ഒരു 97 മെമ്പർമാരുള്ളപ്പോൾ UDFന് 74 മെമ്പർമാരാണ് ഉള്ളത്. അതേഴ്സ് 6 പേരുമാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി മത്സരാർത്ഥികളെയും സ്ഥാനാർത്ഥികളെയും പഴയ ചരിത്രവും നോക്കാം. തൃക്കരിപ്പൂരിൽ 2011 CPM ഹോൾഡ് ചെയ്ത മണ്ഡലമാണ്. അതിന് മുമ്പ് CPM ആയിരുന്നു. 2011 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ജയിച്ചത്. LDFന്റെ കോട്ടയാണ്. 2014 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ജയിച്ചത്. പിന്നെ 2021 അപ്പോഴും LDF തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. LDFന്റെ അടുത്ത് തോറ്റിട്ടില്ല, ഇടതുപക്ഷ കോട്ടയാണ്. 2026 മത്സരിക്കുന്നത് VPP മുസ്തഫയാണ് ഈ LDFന് വേണ്ടി. കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട്. 2020ക്കാണ് BJP കൊടുത്തത്. BJPക്ക് 5% വോട്ടേ ഉള്ളൂ, 2020ക്ക് കൊടുത്തു. രവി കുളങ്ങരയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നേതാവിനെക്കാട്ടിലുപരി തീയ സമുദായത്തിന്റെ ഒരു നേതാവാണ്. തീയ ക്ഷേത്ര സമിതി സംഘടനയുടെ ഒരു പ്രസിഡന്റാണ്. അപ്പം അദ്ദേഹത്തിന് സമുദായ വോട്ടുകളാണ് അദ്ദേഹം നോക്കുന്നത്. അതുകൊണ്ടാണ് 2020 അദ്ദേഹത്തെ നിർത്തിയത്. ഇപ്പോൾ തൃക്കരിപ്പൂർ വോട്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ LDF ഇത്രയും 10,000 താഴെ മാർജിനുള്ളതെല്ലാം UDF കവർ ചെയ്യുന്നതന്നെയാണ് എൻ്റെ അനാലിസിസ്. ഇത്തവണ പിന്നെ സന്ദീപ് വാര്യർ പോലെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UDFന്റെ വോട്ട് കൂടും, UDF വോട്ട് പിടിക്കും. LDFന്റെ ഭരണവിരുദ്ധ വോട്ടുകൾ നല്ല രീതിയിൽ കുറവ് വരും. LDFന്റെ വോട്ടിൽ അത് UDF പിടിക്കും. UDF സന്ദീപ് വാര്യർ ഇവിടെ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDF തൃക്കരിപ്പൂർ എടുക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NDAയുടെ വോട്ട് ഷെയർ ആയിരിക്കും. 2020ക്ക് കൊടുത്തത് കൊണ്ട് ഒരു 15,000 വോട്ടോളം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ള കാര്യം പ്രധാനമായിട്ട് തീയ സമുദായത്തിന്റെ വോട്ടാണ് പിടിക്കുന്നത്. അത് തീയ സമുദായം എന്ന് പറയുന്നത് കൂടുതലും LDFന്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിൽ നിന്ന് 5,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ അതും LDFന് ക്ഷീണം ചെയ്യും. എഫക്റ്റീവ്ലി UDF ജയിക്കുമെന്നും LDF നല്ലൊരു വോട്ട് ഷെയറും കുറയുമെന്നും NDAക്ക് ഒരു നല്ലൊരു വോട്ട് ഷെയർ ഇൻക്രീസും ഞാൻ പ്രതീക്ഷിക്കുന്നു.